ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻവെസ്റ്റിങ്ങും ട്രേഡിങ്ങും തമ്മിലുള്ള കുറച്ച് വ്യത്യാസങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്യതകൾ ഉണ്ടോ എന്നൊക്കെയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മളൊരു ഇൻട്രഡക്ഷൻ വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ബാക്കിയായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്കിന്ന് നോക്കാം. ഇൻവെസ്റ്റിംഗ് എന്താണ് അല്ലെങ്കിൽ ട്രേഡിംഗ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ട്രേഡിങ്ങിലെയും ഇൻവെസ്റ്റിങ്ങിലെയും കുറച്ച് വ്യത്യാസങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ആദ്യമേ ട്രേഡിങ്ങിൽ നമ്മളൊരു ഇൻ ആൻഡ് ഔട്ട് അപ്രോച്ചോടുകൂടിയാണ് കയറുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റോക്കിൽ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം അതിന് എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കണം, എവിടെ എൻട്രി എടുക്കണം, എവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ തീരുമാനിച്ചതിന് ശേഷമാണ് നമ്മൾ ഒരു ട്രേഡിലേക്ക് എൻ്റർ ആവുന്നത്. അതാണ് ട്രേഡിങ്ങിനെ ഒരു ഇൻ ആൻഡ് ഔട്ട് അപ്രോച്ച് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇൻവെസ്റ്റിംഗിലാണെങ്കിലും ബൈ ആൻഡ് ഹോൾഡ് അപ്രോച്ചാണ്. നമ്മൾ ബൈ ചെയ്യുന്നു, അതിന് വർഷങ്ങളോളം 2000 years later. നമ്മൾ അടുത്ത തലമുറയ്ക്കൊക്കെ കൊടുക്കുന്ന രീതിയിലേക്ക് അത് വളരും. അതിനെയാണ് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് കൂടുതൽ ആൾക്കാർ ഉദ്ദേശിക്കുന്നത്. അതുവഴി ഒരു വെൽത്ത് ക്രിയേഷനാണ് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ട്രേഡിങ്ങിലോ ഷോർട്ട് ടൈമിലുള്ള പ്രൈസ് മൂവ്മെന്റ്സ് ആണ് ട്രേഡിങ്ങിനെ ബാധിക്കുക അല്ലെങ്കിൽ ട്രേഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇൻവെസ്റ്റിംഗിലെ പ്രത്യേകത എന്താണ്? അത് ഷോർട്ട് ടൈം അല്ല, അതൊരു വെൽത്ത് ക്രിയേഷൻ. അത് ലോങ് പ്രോസസ്സാണ്. ആ ലോങ് പ്രോസസ്സിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു വെൽത്ത് ക്രിയേഷൻ ഉണ്ടാവും. അതാണ് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഇൻവെസ്റ്റേഴ്സായ രാകേഷ് ജുൻജുവാല അല്ലെങ്കിൽ ബാരൻ ബഫറ്റ് ഇവരൊക്കെ വെൽത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇൻവെസ്റ്റിംഗ് ത്രൂ ആണ്. അതാണ് ഇൻവെസ്റ്റിംഗിന്റെ ഒരു സെക്കൻഡ് പോയിന്റ്. ഇനി മൂന്നാമത്തെ പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ട്രേഡിംഗ് എന്താണ്? ഹയർ റിസ്ക് ആണ് ഇൻവെസ്റ്റ്മെന്റിനേക്കാൾ. ഇൻവെസ്റ്റ്മെന്റിൽ റിസ്ക് ഉണ്ട്. ചില ഇൻസ്ട്രുമെന്റ് ഒക്കെ താഴെ പോകാം. നമ്മൾ വാങ്ങിക്കുന്ന സ്റ്റോക്കൊക്കെ പോർട്ട്ഫോളിയോയിൽ ബ്ലീഡിംഗ് ചെയ്യാം. ബട്ട് കമ്പയർറ്റബിളി ഇൻവെസ്റ്റിംഗിനെക്കാട്ടിലും ഹയർ റിസ്ക് ആണ് ട്രേഡിംഗ്. റിസ്ക് ഫാക്ടർ കുറവാണ് ട്രേഡിങ്ങിനെക്കാട്ടും. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനാണ് ഒരു പോർട്ട്ഫോളിയോ തയ്യാറാക്കുന്നത്. ഈ പോർട്ട്ഫോളിയോ വഴി 1-2 സ്റ്റോക്ക് മാത്രം പെർഫോം ചെയ്താൽ പോലും വലിയൊരു റിട്ടേൺ നമുക്ക് കിട്ടും. ഇനി ചില സ്റ്റോക്സ് ഒക്കെ താഴെ പോയാലും അവർക്ക് കമ്പനി പ്രവർത്തന ലാഭം അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ ചിലപ്പോൾ കമ്പനി തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇൻവെസ്റ്റിംഗ്. ബട്ട് ട്രേഡിങ്ങിൽ അങ്ങനെയല്ല. ട്രേഡിങ്ങിൽ നമ്മൾ എൻ്റർ ആവും, നമ്മൾ വലിയൊരു ക്വാണ്ടിറ്റി ഒക്കെ ആയിരിക്കും ട്രേഡിങ്ങിന് ഉപയോഗിക്കുക. സോ അന്നേരത്തെ ലോസസ് വലിയൊരു ലോസായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലായി. ഇനി ഒരു നാലാമത്തെ പോയിന്റ് എടുത്താൽ ട്രേഡിങ്ങിലേക്ക് നമ്മൾ എങ്ങനെയാണ് എൻട്രി ആവും? ടെക്നിക്കൽ അനലൈസ് വഴിയാണ്. ചാർട്ട് നോക്കുക, പ്രൈസ് നോക്കുക, വോളിയം നോക്കുക, ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുക, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് ടെക്നിക്കൽ അനലൈസിസ് വഴിയാണ് നമ്മൾ ട്രേഡിങ്ങിലേക്ക് എൻട്രി ആവും. എന്നാൽ ഫണ്ടമെന്റൽ അനലൈസ് ത്രൂ ആണ് നമ്മളൊരു ഇൻവെസ്റ്റിംഗ് തുടങ്ങുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ പ്രോഡക്ട്സ്, അവരുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ട്, അവരുടെ ഫ്യൂച്ചർ പ്ലാൻ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കി കമ്പനിയെ മൊത്തത്തിലൊന്ന് വിലയിരുത്തിയതിനു ശേഷം ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിനെ ഫണ്ടമെന്റൽ അനലൈസിസ് എന്ന് പറയും. അതാണ് നമ്മൾ ഇൻവെസ്റ്റിങ്ങിനായിട്ട് കൂടുതലായും ഉപയോഗിക്കുന്നത്. ടൈപ്സ് ഓഫ് ട്രേഡിങ്ങിൽ കുറേ ടൈപ്സ്. ഇത് ഏത് ടൈപ്സ് ഒക്കെയാണ് നമുക്ക് സ്യൂട്ട് ആവുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്രേഡ് ഏതാണ്? ഇതൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, നമുക്കത് നോക്കാം. നമ്മൾ ആദ്യമേ ചെക്ക് ചെയ്യാൻ പോകുന്ന ഒരു മെത്തേഡാണ് സ്കാപ്പിംഗ്. സ്കാപ്പിങ്ങിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയലി ക്വിക്ക് മൂവ്മെന്റ്സ് ക്യാച്ച് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ചെറിയ ചേഞ്ചസ് പ്രൈസിലുണ്ടാകുന്ന, ഒരു സ്റ്റോക്കിലുണ്ടാകുന്ന ചെറിയ ചേഞ്ചസ് വലിയ ക്വാണ്ടിറ്റി ഉപയോഗിച്ച് ചെയ്യുക. ആ ഒരു പ്രൈസിലുണ്ടാകുന്ന വേരിയേഷൻ കൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നോക്കുക. മനസ്സിലായി? അതാണ് സ്കാപ്പിംഗ്. സ്കാപ്പിംഗ് ഒരു ഇൻട്രാഡേ തന്നെയാണ്. ഡേ ട്രേഡിങ്ങിൽ ചെയ്യുന്ന ഒരു മെത്തേഡ് തന്നെയാണ്. ബട്ട് ഇതിനകത്ത് ഇൻട്രാഡേനെക്കാട്ടിൽ കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. ആ പോയിന്റ്സ് ഞാൻ പറയാം. ഈ ഒരു സ്കാപ്പർ മിനിമം 10 to 100 ട്രേഡ്സ് ഒക്കെ ചെയ്യും സിംഗിൾ ഡേയിൽ. ഇതിന് ഏറ്റവും റിക്വയർമെന്റ് ഒരു ട്രേഡറെ സംബന്ധിച്ച് സ്കാപ്പർ ആവണമെങ്കിൽ അവർക്ക് വേണ്ട റിക്വയർമെന്റ് പ്രിസൈസ് ടൈമിംഗ് ആൻഡ് പ്രോംപ്റ്റ് എക്സിക്യൂഷൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്കാപ്പറിന്റെ ഏറ്റവും വലിയൊരു സ്കില്ല് വേണ്ടത് ഈ ഒരു കാര്യത്തിലാണ്. നല്ലൊരു ടൈമിംഗ് വേണം. എവിടെ എൻട്രി ആവണം, കറക്റ്റ് ടൈമിൽ പോയി എൻട്രി ആവണം. പിന്നെ എക്സിക്യൂഷൻ സ്പീഡ്. നമുക്ക് എക്സിക്യൂഷൻ ഫിയർ ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, സ്കാപ്പറെ സംബന്ധിച്ച് നടക്കില്ലാത്ത ഒരു കാര്യമാണ്. സ്കാപ്പർക്ക് ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് സ്പീഡ് ഓഫ് എക്സിക്യൂഷൻ. മനസ്സിലായി? നമ്മൾ എൻട്രി എടുക്കാനുള്ള ടൈമിങ്, ഏത് ടൈമിൽ എൻട്രി എടുക്കണം, ഫിയർ ഒന്നും പാടില്ല. പിന്നെ എൻട്രി എടുക്കാനുള്ള സ്പീഡ്, എക്സിക്യൂഷൻ ഫിയർ ഇല്ലാതിരിക്കുക. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളും ഒരു സ്കാപ്പറെ സംബന്ധിച്ച് ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. ഇനി പറയുവാണെങ്കിൽ ഹൈ റിസ്കി ട്രേഡിംഗ് സ്റ്റൈലാണ്. വേറെ ഏത് മെത്തേഡിനെ അപേക്ഷിച്ചും ഇതാണ് ഏറ്റവും ഹൈ റിസ്കി ട്രേഡിംഗ് സ്റ്റൈൽ. കാരണം ഇതിനകത്ത് ഒരു സ്കാപ്പർ മിനിമം ഉപയോഗിക്കുക വലിയ ലാർജ് ക്വാണ്ടിറ്റീസ് ആയിരിക്കും. ചിലപ്പോൾ ഈ സ്പീഡ് ഞാൻ പറഞ്ഞു പ്രോംപ്റ്റ് എക്സിക്യൂഷൻ വേണം. ഈ എക്സിക്യൂഷനൊക്കെ നമ്മൾ പ്രോംപ്റ്റ് ആക്കാൻ പോകുമ്പോൾ എന്താണ്, നമ്മൾ സ്റ്റോപ്പ് ലോസ് ഒക്കെ സ്കാപ്പേഴ്സ് ഒഴിവാക്കുക. കാരണം അവർ പെട്ടെന്ന് തന്നെയാണ് എൻട്രി എക്സിറ്റ് ഒക്കെ ചെയ്യുക. സോ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ആ പ്രൈസ് മൂവ്മെന്റ് നടന്നില്ല, നേരെ എതിർവശത്തേക്ക് അഥവാ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് മൂവ്മെന്റ് നടന്നതെങ്കിൽ നമ്മൾ വലിയൊരു ക്വാണ്ടിറ്റീസ് ആയിരിക്കും ഈ സ്കാപ്പർ ഉപയോഗിക്കാം. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ഹെവി ലോസ് അടിക്കും. ആ ഹെവി ലോസ് ആകുമ്പോൾ നമ്മുടെ നേരത്തെ ഉണ്ടാക്കിയ പ്രോഫിറ്റും ചിലപ്പോൾ ക്യാപിറ്റൽ ലോസിലേക്കൊക്കെ വലിയ രീതിയിലേക്ക് പോകും. അതുകൊണ്ടാണ് ഇതൊരു ഹൈ റിസ്ക് ട്രേഡിംഗ് സ്റ്റൈലായിട്ട് പറയുന്നത്. പിന്നെ ഈ ട്രേഡിംഗ് സ്റ്റൈൽ നീണ്ടു നിൽക്കുന്നത് മില്ലി സെക്കൻഡ്സ് ടു മിനിറ്റ്സ് ഒക്കെ, ചിലപ്പോൾ 10 seconds, 30 seconds, മിനിറ്റ്സ്, 3 minutes, 5 minutes ഇങ്ങനെയൊക്കെ സ്കാപ്പ് ചെയ്തിട്ട്
ഇറങ്ങിപ്പോകുന്നതാണ് സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞ ഒരു ട്രേഡിംഗ്. ഇനി എല്ലാവരും മാർക്കറ്റിലേക്ക് വരുമ്പോൾ ചോദിക്കുന്ന ഒരു ട്രേഡിംഗ് മെത്തേഡാണ് ഇൻട്രാഡേ. ഇൻട്രാഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഒരു ഹൈ റിസ്ക് ട്രേഡിംഗ് സ്റ്റൈൽ തന്നെയാണ്. നമ്മൾ ഒരു സ്റ്റോക്ക് രാവിലെ വാങ്ങിക്കുന്നു, അതിനുശേഷം സെയിം ട്രേഡിംഗ് ഡേയിൽ നമ്മൾ അത് സെല്ല് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുകയോ ലോസ് ഉണ്ടാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഇൻട്രാഡേ എന്ന് വിളിക്കാം. ഇനി നമുക്ക് അത് നേരെ ഓപ്പോസിറ്റും ചെയ്യാം. നമുക്കൊരു സ്റ്റോക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരിക്കലും സെല്ല് ചെയ്തതിന് ശേഷം, എന്നാൽ മുകളിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു പ്രൈസിൽ കൊടുത്തതിന് ശേഷം അത് താഴെ വരുമ്പോൾ നമുക്ക് ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാൻ ഇന്ത്യൻ മാർക്കറ്റ് പറ്റത്തില്ല. അതുകൊണ്ട് അത് പക്ഷേ ഇൻട്രാഡേയിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എന്തായാലും എന്ത് ചെയ്യും, മാർക്കറ്റ് ട്രെൻഡ് ഡൗൺ ആണ്, എന്ത് ചെയ്യും, എല്ലാവരും സെല്ല് ചെയ്തതിന് ശേഷം ആ ഒരു ഇൻസ്ട്രുമെന്റ് താഴെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റോക്കോ താഴെ വരുമ്പോൾ ബൈ എടുക്കും, അതിൽ നിന്നൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നു. ഈ ഒരു മെത്തേഡിനെ നമുക്ക് ഇൻട്രാഡേ എന്ന് വിളിക്കാം. ഒരു ഇൻസ്ട്രുമെന്റ് വാങ്ങിക്കുകയോ വിൽക്കുകയോ അതേ ദിവസം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഇൻട്രാഡേ എന്ന് വിളിക്കും. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം, ഏറ്റവും വേണ്ട സ്കില്ല്. മുമ്പേ സ്കാൽപ്പിംഗിൽ ഞാൻ പറഞ്ഞു പ്രിസൈസ് ടൈമിംഗ് ആൻഡ് പ്രോംപ്റ്റ് എക്സിക്യൂഷൻ ആണെങ്കിൽ ഇവിടെ വേണ്ട ഏതാണ് ഇന്നത്തെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഇൻസ്ട്രുമെന്റ്, ഇത് അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ സ്കില്ല് വേണം. അല്ലെങ്കിൽ ഇത് വർക്കാവുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു സ്കില്ലെന്ന രൂപത്തിൽ നമുക്ക് വേണ്ടത്. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ചാർട്ട് 5 മിനിറ്റ്സ് ചാർട്ട്, 15 മിനിറ്റ്സ് ചാർട്ട് അല്ലെങ്കിൽ 1 അവർ ചാർട്ടൊക്കെ ആയിരിക്കും ഒരു ഇൻട്രാഡേയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. 1 മിനിറ്റ് ചാർട്ടൊക്കെ എൻട്രിക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട്. അനലൈസ് ചെയ്യുന്ന 15 മിനിറ്റ്സിലൊക്കെ ആയിരിക്കും എൻട്രി എടുക്കുന്നത്, 1 മിനിറ്റിലൊക്കെ എൻട്രി എടുക്കും. ചാർട്ടിന്റെ വിശദവിവരങ്ങളൊക്കെ നമ്മൾ അടുത്ത വരുന്ന ക്ലാസ്സുകളിൽ കൂടുതൽ പഠിക്കും. ഇതിന്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് വശം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരിക്കലും നമ്മുടെ ഓവർനൈറ്റിലേക്ക് ബാധിക്കത്തില്ല. അല്ല, നമ്മുടെ ഇന്നത്തെ ലോസ് ഓഫ് പ്രോഫിറ്റ് ഇന്നുകൊണ്ട് ഈ പരിപാടി കഴിഞ്ഞ് നമ്മൾ ഓവർനൈറ്റ് ഇത് ഹോൾഡ് ചെയ്യുന്നില്ല. ഓവർനൈറ്റ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സിങ്ങോ അല്ലെങ്കിൽ പൊസിഷൻ ട്രേഡോ ആയി മാറും. അപ്പോൾ ഇൻട്രാഡേയിൽ നമ്മൾ ഒരു ഡേയിൽ നമ്മൾ വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇൻട്രാഡേ എന്ന് പറയുന്നത്. ഇതിന്റെ ഏറ്റവും റിസ്ക് എമോഷൻ ആണ്. ഇതിനകത്ത് ഹ്യൂജ് റിസ്ക്, ക്രിട്ടിക്കൽ റോൾ എന്ന് പറയുന്നത്. നമുക്ക് എമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇൻട്രാഡേയിൽ വലിയ ലോസിലേക്ക്, വളരെ സ്ട്രെസ്ഫുൾ ലൈഫിലേക്കും ഒക്കെ നമ്മൾ പോയെന്നിരിക്കും. അടുത്തൊരു മെത്തേഡാണ് സ്വിംഗ് ട്രേഡിംഗ്. ഇതൊരു ഡയറക്ഷണൽ ട്രേഡിംഗ് ആണ്. ഈ മെത്തേഡിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷോർട്ട് ടൈം ഉണ്ടാകുന്ന പ്രൈസ് മൂവ്മെന്റ്സിനെ ക്യാച്ച് ചെയ്യുക. അതിന് കഴിഞ്ഞ് അതിന്റെ പ്രോഫിറ്റ് ഒക്കെ ലോസ് ആണെങ്കിലും 1 or 2 വീക്സിലൊക്കെ എൻട്രി എക്സിറ്റ് നടത്തുന്ന ഒരു രീതിയാണ് സ്വിംഗ് ട്രേഡിംഗ് മെത്തേഡ്. ഉണ്ടല്ലേ, ഹോൾഡ് സെവറൽ ഡേയ്സ് ഓർ വീക്സ്. നമ്മൾ ഒരുപാട് നാളുകളൊന്നും ഈ സ്വിംഗ് ട്രേഡിംഗിൽ ഉപയോഗിക്കുന്നില്ല. സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ആഴ്ചകളോ ദിവസങ്ങളോ മാത്രം ഹോൾഡ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് ഇറങ്ങുന്ന ഒരു മെത്തേഡാണ് സ്വിംഗ് ട്രേഡിംഗ്. ഇതിനകത്ത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രേഡ് അഗൈൻസ്റ്റ് ആയിരിക്കും മാർക്കറ്റിന്റെ ട്രെൻഡിനൊക്കെ. ചിലപ്പോൾ നമ്മൾ സപ്പോർട്ടിൽ നിന്നായിരിക്കും വാങ്ങിക്കുക, മാർക്കറ്റ് താഴേക്കായിരിക്കാം, പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റോക്ക് ബ്രേക്ക്ഔട്ട് ആയിരിക്കും. ആ ബ്രേക്ക്ഔട്ടിൽ കയറുക. മാർക്കറ്റ് ട്രെൻഡ് ഡൗൺ ആണെങ്കിലും ഓവറോൾ ട്രെൻഡ് ഡൗൺ ആണെങ്കിലും ചിലപ്പോൾ നമ്മുടെ സ്റ്റോക്ക് അവിടെ പെർഫോം ചെയ്തേക്കാം. അതാണ് എഗൻസ്റ്റ് ദ മാർക്കറ്റ് ട്രെൻഡ് എന്ന് ഉദ്ദേശിക്കും. പിന്നെ നമ്മൾ ഇതിനെ എങ്ങനെയൊക്കെയാണ് കയറാൻ അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിൽ എൻട്രി ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ ടെക്നിക്കൽ അനലൈസ് ഒക്കെയാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഈ സ്റ്റോക്കിൽ കയറണോ അല്ലെങ്കിൽ ഈ ഇൻസ്ട്രുമെന്റ് ബൈ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ തീരും. പിന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി കിട്ടും പൊസിഷൻ ട്രേഡിങ്ങിനെക്കാളും. കാരണം പൊസിഷൻ ട്രേഡിങ് നമ്മൾ കപ്പിൾ ഓഫ് മന്ത്സ്, ചിലപ്പോൾ ഇയർ ഇങ്ങനെയൊക്കെ ഹോൾഡ് ചെയ്യും. പക്ഷേ ഇതാണ് സ്വിംഗ് ട്രേഡിംഗ് ആണെങ്കിൽ വളരെ പെട്ടെന്ന് വീക്കിനുള്ളിൽ പ്രോഫിറ്റ് ഓർ ലോസ് ബുക്ക് ചെയ്യുന്നു, അടുത്ത ട്രേഡിൽ എൻട്രി ആകുന്നു. പിന്നെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ടൈം ഫ്രെയിം 60 മിനിറ്റ്സ്, ഡെയിലി ചാർട്ട് അല്ലെങ്കിൽ വീക്ക്ലി ചാർട്ട് ഒക്കെയാണ് നമ്മൾ ഇതിനകത്ത് സ്വിംഗ് ട്രേഡിങ്ങിന് ഉപയോഗിക്കുക. ഇനി പൊസിഷൻ ട്രേഡ് എന്താണ്? ഒരു ലോങ് ടൈം അപ്രോച്ച്. മുമ്പ് ആദ്യമേ ഞാൻ പറഞ്ഞു ഇൻവെസ്റ്റ്മെന്റ്. ആ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു അപ്രോച്ചാണ് ഇതിനകത്ത്. പക്ഷേ നമ്മൾ ഈ കപ്പിൾ ഓഫ് വീക്സ് ഒന്നുമില്ല, കുറച്ചുകൂടെ ഇച്ചിരി ലോങ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ്. ഇതും വീക്ക് തൊട്ട് മന്ത്സ് വരെ നമ്മൾ ഹോൾഡ് ചെയ്യും. ഇതിനകത്ത് ഒരു കാര്യം, പോസിറ്റീവായുള്ള കാര്യം, ഇതിനകത്ത് ഡെയിലി ബേസിസിൽ ഉണ്ടാകുന്ന സ്മോൾ ചേഞ്ചസ് ഉണ്ടാവുമല്ലോ. മാർക്കറ്റിൽ എപ്പോഴും ചേഞ്ചസ് ഉണ്ടാവും. എപ്പോഴും ഒരേ സമയം മുകളിലേക്ക് മാത്രമായിരിക്കില്ല മാർക്കറ്റ് പോവുക. പക്ഷേ ഇതിനൊന്നും നമ്മൾ വലിയ മൈൻഡ് ഒന്നും കൊടുക്കാതെ ഉള്ള ഒരു ട്രേഡിംഗ് മെത്തേഡാണ് പൊസിഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു പൊസിഷൻ ട്രേഡിൽ എൻ്റർ ആവാൻ ഉപയോഗിക്കുന്ന ഫണ്ടമെന്റൽ ആൻഡ് ടെക്നിക്കൽ അനലൈസ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ട്രേഡിംഗ് മെത്തേഡാണ് ആക്ച്വലി പൊസിഷൻ ട്രേഡിംഗ് മെത്തേഡ്. ഇതിൽ കാരണം ഞാൻ എൻട്രി ആവുന്ന സമയത്തും ഫണ്ടമെന്റ് അതിന്റെ ടെക്നിക്കലും കൂടെ രണ്ടും കൂടെ നോക്കിയിട്ടാണ് കൂടുതൽ സ്റ്റോക്സിലും ഞാൻ എൻട്രി എടുക്കാറുള്ളത്. ടെക്നിക്കൽ മാത്രം നോക്കിയും എൻട്രി എടുക്കാറുണ്ട്, എന്നാൽ അതിന്റെ ഫണ്ടമെന്റലൂടെ നോക്കിയിട്ടാണ് പഠിച്ചിട്ടാണ് ഒരു എൻട്രി എടുക്കാറുള്ളത്. സോ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ സ്റ്റോക്കിൽ ഹോൾഡ് ചെയ്യാനോ ധൈര്യം കിട്ടും. അപ്പോൾ അതൊക്കെയാണ് പൊസിഷൻ ട്രേഡിന്റെ പ്രത്യേകത. ഇതിന്റെ പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് എമോഷൻസ് കൺട്രോൾ ചെയ്യാം. കാരണം നമ്മൾ എൻട്രി ചെയ്യേക്കുന്ന 2 കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ടാണ് എൻട്രി ചെയ്തേക്കുന്നത്. പിന്നെ ഡെയിലി ഉള്ള പ്രൈസ് ചേഞ്ചസ് ഒന്നും നമ്മൾ ഇതിനെ ബാധിക്കുന്നില്ല, നമ്മൾ നോക്കുന്നില്ല, നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ പൊസിഷൻ ട്രേഡിൽ നമുക്ക് വലിയ എമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇൻട്രാഡേയും അല്ലെങ്കിൽ സ്കാൽപ്പിങ്ങിനെക്കാട്ടിലും ഒക്കെ. ഇത്രയും ട്രേഡിംഗ് മെത്തേഡ്സ് ഞാനിവിടെ പറഞ്ഞു. ഇനി നമ്മൾ തീരുമാനിക്കുക നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ട്രേഡർ ആണെന്നുള്ള കാര്യം. നമ്മൾ തന്നെ നമ്മളെ ഒന്ന് അനലൈസ് ചെയ്യണം. നമ്മുടെ ക്യാരക്ടറൊക്കെ ആയിട്ട് കുറേയൊക്കെ ബന്ധപ്പെട്ടാണ്
നമ്മുടെ ട്രേഡിംഗ് സ്റ്റൈൽസ് കിടക്കുക. നമ്മൾ സ്കാപ്പർ ആവുമോ, നമുക്ക് ഭയങ്കര എക്സിക്യൂഷൻസ് ടൈമിംഗ് ഉണ്ടോ എങ്കിൽ നിങ്ങൾ ഒരു സ്കാപ്പർ ആവാം. അല്ലെങ്കിൽ എമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ സ്വിംഗ് ട്രേഡിങ്ങോ അല്ലെങ്കിൽ ലോങ് ടൈമിലേക്ക് പോകാം. പിന്നെ നിങ്ങൾക്ക് ഭയങ്കര ഒരു ഇൻവെസ്റ്റർ ആകാൻ ആഗ്രഹമെങ്കിൽ അങ്ങനെ പോകാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ആലോചിക്കണം. നമുക്ക് ഈ ട്രേഡിംഗ് മെത്തേഡ് പറ്റുമോ പിന്നെ സ്കില്ല് വളർത്തിയെടുത്തുകൊണ്ട് വരാൻ പറ്റും കേട്ടോ. ഇൻട്രാഡേയിൽ പെട്ടെന്ന് വന്നൊന്നും ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കി ജനറേറ്റ് ചെയ്ത് പോകാനൊന്നും മാർക്കറ്റിൽ സാധ്യമല്ല. അവിടെ നമ്മൾ പയ്യെ നമ്മുടെ സ്കില്ല് വളർത്തിയെടുത്തുകൊണ്ട് വന്ന് നമുക്ക് നല്ലൊരു ട്രേഡർ ആവാൻ പറ്റും. പക്ഷെ അത് ചിലപ്പോൾ വർഷങ്ങൾ കാത്തിരിക്കണം, വർഷങ്ങൾ എടുക്കും. നമ്മൾ അങ്ങനെ ഒരു നല്ലൊരു സ്കില്ലല്ല, നമ്മുടെ എമോഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ വർഷങ്ങൾ എടുക്കും ഇൻട്രാഡേ ട്രേഡിൽ സക്സസ് ആവും. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അതുവരെ നമുക്ക് ക്യാപിറ്റൽ ലോസ് ഉണ്ടാവാം. നിങ്ങൾ പല ഇൻ്റർവ്യൂസൊക്കെ കണ്ടിട്ട് കാണും, പലർക്കും ക്യാപിറ്റൽ ലോസ് ഒക്കെ പോയി 4, 5, 6 വർഷങ്ങളിൽ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഒരു നല്ലൊരു ട്രേഡറായി മാറുക. ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്ത് അവർ നല്ലൊരു ട്രേഡറായി മാറും. പക്ഷെ അത് ഒരുപാട് സമയം എടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് ട്രേഡർ ആണ്, എന്നിട്ട് ഏത് ട്രേഡിംഗ് സ്റ്റൈലാണ് നിങ്ങൾക്ക് സ്യൂട്ട് ആവും. ലൈക്ക് സ്വിംഗ് ട്രേഡിംഗ് ആണോ, അതോ സ്കാപ്പിംഗ് ആണോ, പൊസിഷൻ ട്രേഡ് ആണോ, ഇൻവെസ്റ്റ്മെന്റ് ആണോ, ഇൻട്രാഡേ ആണോ, ഏത് സ്റ്റൈലാണ് എൻ്റെ ക്യാരക്ടറിന് അല്ലെങ്കിൽ എൻ്റെ രീതിക്ക് അനുസരിച്ച് ചേരുന്നതെന്ന് നോക്കുക. നിങ്ങളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എമോഷൻസ് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിനുള്ള കഴിവൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഇൻട്രാഡേയിൽ മിക്കവർക്കും തന്നെ കഴിവൊക്കെ ഉണ്ട്. മാർക്കറ്റ് എങ്ങോട്ട് അല്ലെങ്കിൽ ഏത് സ്റ്റോക്കാണ് പെർഫോം ചെയ്യുന്നതെന്നൊക്കെ കണ്ടുപിടിക്കാൻ. പക്ഷേ അതിന് എമോഷൻസ് അത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോഴാണ് നമുക്ക് കൂടുതൽ ലോസ് അടിക്കുന്നത്, അങ്ങനെയുള്ള വിഷയങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മൾ തന്നെ തീരുമാനിക്കുക ഏത് ട്രേഡിംഗ്സാണ്, ഏത് എമോഷൻസ് ആണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ ട്രേഡിംഗ് മെത്തേഡിലേക്ക് ആദ്യമേ പോവുക. അതിനുശേഷം ഇടയിലേക്ക് സ്കാപ്പറൊക്കെ ആവണമെങ്കിൽ പയ്യെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത്. താങ്ക് യു എവരിവൺ. അടുത്തൊരു വീഡിയോ അധികം താമസിയാതെ വരാം. ബൈ.